ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നയാൾ കണവയാണ്. സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ടോ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എനിക്ക് ചെറിയ കണവയായിരുന്നു കിട്ടിയത്. അത് ഞാൻ ഈ ഒരു ഷേപ്പിൽ, അതായത് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ റോസ്റ്റ് ചെയ്തു. ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. ശേഷം ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉണക്കമുളക് ചതച്ചത്, അതായത് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദയും കോൺഫ്ലവറും ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് എടുക്കണം. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് ഒരു ബൗളിലേക്ക്. 2-2.5 ടേബിൾ സ്പൂൺ ഞാൻ പൊടി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം, അതായത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ഏത്തക്കാപ്പം ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. ഇനി ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പൊടി, അത് നന്നായിട്ടൊന്ന് ഒരു പ്ലേറ്റിലേക്ക് നന്നായിട്ടൊന്ന് നിരത്തിയിടണം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ഓരോന്നായിട്ട് എടുത്ത് ആ ഒരു ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഈ പൊടിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഓരോന്നായിട്ട് നിരത്തിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കണവ കഷ്ണത്തിൽ ഫുള്ളായിട്ട് നമ്മുടെ ആ ബാറ്റർ പിടിക്കുന്ന പോലെ ഇതേപോലെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കണവയുടെ പകുതി ഞാൻ ഇതേപോലെ ഈ ബാറ്ററിൽ മുക്കി ഈ പൊടിയിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതായത് ആ ഒരു പൊടി ഉണ്ടല്ലോ, നമ്മൾ ആ മിക്സ് ചെയ്ത പൊടി, അതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആയിരുന്നു. എന്നിട്ട് ഈ പൊടി ഇങ്ങനെ സ്പൂണും കൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് എല്ലായിടം മാവെന്നൊന്ന് ഉറപ്പ് വരുത്തുന്ന പോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം, അതായത് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസും ഇല്ല, ഒരുപാട് സമയവും എടുക്കത്തില്ല. നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അങ്ങനെ ആ ഒരു പൊടി എല്ലാത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ ബാക്കി ഉണ്ടായിരുന്നതും കൂടി ഇതേപോലെ ചെയ്തെടുത്തു. നമ്മൾ എടുത്തു വച്ചിരുന്ന കണവ മുഴുവനും ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട പണിയേ ഉള്ളൂ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരുമിച്ച് കയ്യിലെടുത്തതിന് ശേഷം കുറേശ്ശെ നമ്മുടെ കയ്യിൽ എണ്ണ തെറിക്കാത്ത രീതിയിൽ പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. 2 ആയിട്ടാണ് ഞാൻ ഇട്ടത്. ആദ്യത്തെ ബാച്ചാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്ത് കോരിയിട്ട് ബാക്കി കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 6-7 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് കുക്കായി കിട്ടും. ആദ്യം ഇട്ടത് ഏകദേശമായി വരുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അതുവരെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഇതേപോലെ ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള കുറച്ചെടുത്ത് മാറ്റിയിട്ട് ബാക്കി ഞാൻ റോസ്റ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഇനി കണവ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. കുറച്ചെടുത്ത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ബാക്കി നമ്മൾ കറി വെക്കുകയോ റോസ്റ്റ് ചെയ്യുകയോ തോരൻ വെക്കുകയോ ഒക്കെ ചെയ്താൽ മതി. ഈ റൗണ്ട് ഷേപ്പിലുള്ളതെടുത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അങ്ങനെ രണ്ടാമത്തെ സെക്ഷനും കൂടി ഇട്ട് ഞാനത് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ കണവ കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. സ്നാക്കെന്നോ സ്റ്റാർട്ടറെന്നോ ഒക്കെ പറയാം. നല്ല ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.